ചിക്കൻ മുറ്റാണെന്ന് തോന്നണ്ടേ. ഉള്ള ഉണക്ക മീനും കയറ്റിട്ട് വന്ന് ചിക്കൻ മുറ്റുമല്ലോ ഓണം കഴിച്ച്. ഡേയ് അതൊക്കെ പൊട്ടു. മണിയാണെന്ന് ഇറക്കുന്നില്ലേടേ. അണ്ണാ നിങ്ങൾക്ക് വേണ്ടി വാറ്റുണ്ടാക്കിയിട്ട് അയാളകത്ത് പോയത്. എന്നിട്ട് ആ വർത്തനം നിങ്ങൾ എൻ്റെ അടുത്ത് പറയരുത് കേട്ടല്ലേ. ഡേയ് ഇങ്ങോട്ട് നോക്ക്. ജോലിയും കൂലി എന്റെ എണ്ണാക്കിനകത്തല്ലേ. ഓ അങ്ങോട്ട് നോക്ക്. അത് 3 പേട്ട് ഇറക്കന്മാര്. ഡേ മധു, അത് സുരേഷിന്റെ മക്കളല്ലേ ഇതോ വരുന്നേ? അത് സുരേഷിന്റെയാ. ഏതാണോ എന്തോ. നമ്മളെ കുറിച്ചാണ് തോന്നുന്നു അമ്മര് പറയുന്നത്. യുവമാർക്ക് സ്കൂളിലൊന്നും പോണ്ടേ? ഏയ് ഇതൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുവാന്ന്. നീ ഇപ്പൊ നോക്കിക്കോ, യുവമാർക്ക് എന്നെ ഭയങ്കര പേടിയാണ്. അതൊക്കെ വേണോ? നീ ഇപ്പൊ കണ്ടോടാ. ഡേയ് ഇങ്ങോട്ട് വാടാ. വാടാ. ഡേ നില്ല്. ഉള്ളൊന്നും പോണ്ടടാ നിനക്കൊന്നും. രാവിലെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു. വേണ്ട എന്താ ചെറിയണത്? എന്താ വേണ്ടടാ? നീ കഞ്ചാ പഠിച്ചിട്ടുണ്ടാ വന്നിരിക്കും. അല്ല മാമ അല്ല. എന്താ പന്നി നീ കുത്തി കീറിക്കളയ ഞാൻ കേട്ടല്ലേ. നമ്മളോട് വേണ്ട രണ്ടിനെ കുത്തി കൊടലെടുത്തോളാം കേട്ടല്ലേ. നിന്റെ കാര്യം നോക്കി നീയൊക്കെ ഈ വഴിക്ക് വാടാ. അപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു. നാണക്കേടായി. പിന്നെ ആരും കണ്ടില്ലല്ലേ? ആരും കണ്ടേന്നുമില്ല. എന്നാ വാ പോവാം. ഏയ് അങ്ങോട്ട് പോരുത്. അങ്ങോട്ട് അവന്മാര് പോയേക്കുന്നേ. നമുക്ക് ഇങ്ങോട്ട് പോവാം. ആരെയാന്നോ എന്തോ കണി കണ്ടത്. അടിയുള്ള രക്ഷപ്പെട്ടു തന്നെ. പാകിസ്ഥാൻ ബോംബിട്ട് യുദ്ധം തുടങ്ങി. എന്റെ മുരിയല്ലേപ്പാ ഞാൻ തീർന്നു. ആരവിടെ കിടക്കുന്നേ നോക്കാം. കള്ളന്മാരെ രക്ഷയില്ലല്ലോ. നമ്മൾ അന്വേഷിച്ച് നടക്കുന്നവരാണോ? ആഹാ കൊള്ളാം. നിങ്ങളായിരുന്നോടാ? സാറായിരുന്നോ? സാറേ യുദ്ധം തുടങ്ങി. പാകിസ്ഥാൻ ബോംബിട്ടോണ്ടിരിക്കുക. നിലത്തിടക്ക് സാറേ, കിടക്ക് സാറേ, കിടക്ക്. അയ്യോ സാറേ ഇവന്മാർ അമ്പലം പൊക്കിക്കൊണ്ട് പോകാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. എടാ പൊട്ടന്മാരെ, യുദ്ധമൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വെടി പൊടിച്ചതാ. കഴിച്ചു പോകണ്ട. യുദ്ധം കഴിഞ്ഞെന്ന് വാ പോവാം. ഞാൻ പിറന്ന മണ്ണ് എന്റെ ചോര കൊണ്ട് ചുമക്കട്ടെ. വന്ദേ മാതരം, ലാൽ സലാം. അയ്യടാ മതി. കഞ്ചാവ് അടിച്ചിട്ടൊന്ന് കിടക്കുവാ അല്ലടാ. സാറിന്റെ ഇവിടെ എടാ മധുവേ, നിനക്ക് നിന്റെ ചേട്ടൻ മണിക്കുമ്പം വാറ്റും കോപ്പൊക്കെ കൊണ്ടോടാ. പണിയാണം ചെയ്യില്ല. ഇവനാ കണ്ണ് കാണാത്ത ലോട്ടറിക്കാരനെ പിടിച്ച് കാശുണ്ടാക്കിയവനാ. സാറേ അതൊക്കെ ഞങ്ങൾ അന്നേ നിർത്തി. അതെല്ലാം തവക്കള രായ ഒപ്പിച്ചതാ. എന്നിട്ട് അവന്റെടാ അണ്ണ എപ്പോഴും അകത്ത് തന്നെ. രായണ്ണ ജയിലില്ല സാറേ. MDMA കേസിൽ പുറത്തിറങ്ങിയതിന് ശേഷേ ഭാര്യയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ വീണ്ടും അകത്ത് പോയി സാറേ. ആ പിന്നെ ഇവിടെ എന്തെങ്കിലും അനാവശ്യ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞേ കേട്ടല്ലേ. അതെന്തൊരു പറച്ചില്ല സാറേ. നിങ്ങൾ സ്റ്റേഷനിൽ നടക്കുന്ന കാര്യം നമ്മളെ അറിയിക്കാറുണ്ടോ? പിന്നെ എന്തിനും ഇവിടുത്തെ കാര്യം ഞങ്ങൾ അറിയിക്കണം. ഇന്നാളെ നിനക്ക് അങ്ങ് വെച്ചതാടാ. അന്നും തന്നായിരുന്നു. സാറ് മറന്നു പോയതാ. നിന്നെ അടിക്കരുത്. ആരാ അദ്ദേഹം? ഞാനാ സാറേ, സോമൻ, വട്ടപ്പാറ സോമൻ. കുറച്ചാൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, പാറശാലയിലായിരുന്നു. തിരക്കോട് തിരക്കുന്നേ. പാവം കഴിച്ചിട്ടുള്ള റോഡ് പണി. എന്റെ പൊന്നെ മെച്ചടിച്ചെന്റെ ഊപ്പാട്. അത് ശരി. എന്നിട്ട് പറ. എന്നിട്ടൊന്നും പറയണ്ട സാറേ. അവിടെ സ്ഥിരം ശരീരം ഇറങ്ങി പണിയെടുക്കണം. ഞാനെങ്കിൽ പോരുന്നു. നമുക്ക് നമ്മുടെ നാടും നാട്ടുകാരൊക്കെ വലിയ വലുത്. ഉണ്ടാത്തറ വെള്ളം ഇട്ട് ഇറങ്ങി ആൾക്കാരെ മൂച്ചിക്കേ. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയണം. ഈ നാട്ടിൽ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ അറിയിക്കും. ചില രഹസ്യ ഇൻഫർമേഷൻ ഞങ്ങൾ കിട്ടിയോണ്ടാണ് ഞങ്ങൾ വന്നത്. 2-3 ഭീകരന്മാര് നമ്മുടെ നാട്ടിൽ നിന്ന് നുഴഞ്ഞേറിയിട്ടുണ്ട്. രഹസ്യ വിവരമാ. പിടിച്ചു കൊടുത്ത ആളെന്നിന് 10 ലക്ഷം രൂപ വെച്ച് കൈ കിട്ടും. എല്ലാവരും കേട്ടല്ലോ. 10 ലക്ഷം? 10 ലക്ഷം രൂപ. ഓ രക്ഷപ്പെട്ട്. 3-4 മാസം ജയിലിലായോണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അല്ല സോമ, നീ എന്ന് വന്നു? ഞാൻ വന്നിട്ട് 3-4 ദിവസമായി. ഇലക്ഷൻ വരാൻ പോവല്ലേ, പിരിവൊക്കെ നേരത്തെ തുടങ്ങണം. പിരിവാ? പിന്നല്ലാതാ. ആര് മത്സരിച്ചാലും സോമം പിരിയും. അതിരിക്കട്ടെ, നിങ്ങളെങ്ങനെ ജയിലിൽ പോയത്? ഓ എന്തോ പറയാനാ സോമ. ആ പൊട്ടൻ നിക്കറിടാത്തോണ്ട് പറ്റിയതില്ലേ. കാശും പോയി, കുപ്പിയും പോയി, മാനവും പോയി. ആ പാവപ്പെട്ട രായണ്ണ ജയിലിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഓ അപ്പൊ അതൊക്കെയാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ തിരുവനന്തപുരത്തോട്ടൊന്ന് വിളിക്കാം. നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടാ സോമ. അല്ല, സെക്രട്ടറിയേറ്റ് വിളിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. വേണ്ടേ? വിളിക്കണ്ടേ? വേണ്ട. ആ പൊട്ടന്റെ തലവട്ടം കണ്ട അന്നൊരു പണി ഉറപ്പാ. തങ്കപ്പെണ്ണ, എല്ലാത്തിനും വഴിയുണ്ട്. ഞാൻ ഒരു ഐഡിയ പറയട്ടാ. ഐഡിയ? എന്തൊരു ഐഡിയ? ഇനി ഒരു ഉടായ്പിന് ഞാനില്ല. നിർത്തി, എല്ലാം നിർത്തി.
എന്റെ അണ്ണാ ഞാൻ പറയണം നിങ്ങളൊന്ന് കേക്ക്. ഡേയ്, സത്യം പറയാല്ലേ, ജയിലിലായിരുന്നപ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. നിന്റെ തള്ളു കേൾക്കണ്ടല്ലോ ഡേ. നിങ്ങൾ മിണ്ടായി, നീ പറയടേ. ആ ഡേയ്, നീ മിണ്ടരുത്, നീ ആ. മിണ്ടരുത്. നിന്റെ ചേട്ടൻ മണിയില്ലേ, അങ്ങേര് വാറ്റും കൊണ്ട് വന്നുകൊണ്ടാണ് പോലീസുകാരന്മാരെ ഇടയിൽ നൂരാൻ പറ്റാതെ പോയത്. എന്നിട്ട് നീയൊക്കെ ജയിലിലൊന്ന് തിരിഞ്ഞു നോക്കിയാടേ. അതെന്തൊരു വർത്താനമാണ്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്റെ ചേട്ടൻ മാറ്റിയത്? ഓപ്പ്. പിന്നെ ഞാൻ വന്ന് തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറയാൻ ഞാനും ആത്തല്ലായിരുന്നു. അങ്ങനെ വൃത്തിയുടെ സംസാരം സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് കേക്ക്, നിർത്ത്. 2 പേര് എന്റെ കൂടെ നിന്നാ 2 പേർക്കും പ്രയോജനമുണ്ട്. ഞാൻ പറയുന്ന കേട്ടാ നടക്കും. വാ. വാ. ആ, എന്തോ ഡേ സോമ, കുറെ രാവിലെ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയടേ. നീ എന്താ വെള്ളം കാണിച്ചു തരാൻ ഇവിടെ കൊണ്ടിരിക്കുന്നത്? അതെ, ആരാ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ രാത്രി പള്ളി സിമിത്തിൻ്റെ അവിടെ 7 മണിക്ക് ശേഷം ആരൊക്കെ വന്നു പോകുന്നുണ്ട്. ആ പോലീസുകാരൻ ഡാൻസ് ഓഫ് എസ്ഐയും പറഞ്ഞക്ക് അത് ഏതെങ്കിലും ഭീകരവാദികളോ മറ്റാണെങ്കിലാ. ഭീകരരോ? ഇരിയടാ അവിടെ. ഏയ്, ബുദ്ധിപൂർവ്വം ഇത് കൈകാര്യം ചെയ്ത ആളൊന്നിന് 10 ലക്ഷം രൂപയും പിന്നെ എൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ തിളക്കത്തിന് ഇതൊരു കാരണമാവും. ഞാൻ ചിലപ്പോൾ ഭാവിയിൽ ഒരു MLA ഒക്കെ ആവൂടെ. ആവു ആവു. ആ, ചെന്ന് കയറിക്കൊടു. പള്ളക്കാത്തവന്മാര് കത്തേറ്റി തരും. ഛേ, ഒന്ന് പേടിക്കാതെ തങ്കപ്പെണ്ണ. പേടിക്കണ്ടെന്നാ, ബോധമില്ലാത്തവന്മാരാണ്. എന്തെങ്കിലും കാഴ്ച തന്നാണ്ടല്ലോ എന്റെ തങ്കമ്മ വിധവായി പോവും. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. മധു, അതല്ല, വേണ്ടല്ലോ. കത്തി കയറാതെ ഞാൻ നോക്കിക്കോളാന്ന്. ഒന്ന് മിണ്ടായിരിക്കണേ നിങ്ങൾ. ഡേ, വെറുതെ കിടന്നിങ്ങനെ കടിപിടി കൂടാതെ ഞാൻ പറയുന്ന പ്ലാൻ അങ്ങോട്ട് കേക്ക്. അതിങ്ങറ അങ്ങോട്ട് ഇരി. ഇതാന്ന് കുത്തി ഇരി അങ്ങോട്ട്. എന്താടാ എന്തിനാ നിങ്ങളിങ്ങനെ? ഞാനല്ല. എന്നാ പിന്നെ ഞാനായിരിക്കും. ഇതാണ് പള്ളി. ഇതെങ്ങനെ പള്ളിയാവും? കുരിശില്ല. ഇവിടെ എത്തി ഒന്ന് മിണ്ടാതിരിയടാ നീ. ഒന്ന് മിണ്ടായിരടേ. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇതിന്റെ ഗേറ്റ്. രാത്രി സമയമാണ്. ഈ ഗേറ്റ് ചാടിക്കടന്ന് വേണം നമ്മൾ അകത്ത് കയറാൻ. അതെങ്ങനെ ശരിയാവും? ഗേറ്റ് പൂട്ടിയിട്ടേക്കൂലി. താക്കോൽ ആര് കൊണ്ടുവരും? തങ്കപ്പെണ്ണ, ഒരു കാര്യം ഞാൻ പറയാം. ഈ പ്ലാൻ നടക്കണമെന്നുണ്ടെങ്കിൽ യവനെ എടുത്ത് വെള്ളത്തിയിടുക. എടേ, ഒന്ന് മിണ്ടാതിരിയടേ. നമ്മളായിട്ട് ഇനി ഒന്നും പറയുന്നില്ലേ? പറഞ്ഞ തെറ്റാണെങ്കിൽ നമ്മളെ അങ്ങ് അടിച്ചോ. അയ്യോ, നീ പറ സോമ. അല്ല പിന്നെ നിങ്ങളിപ്പോ എന്നെ എന്തിനാ അടിച്ചത്? എന്നെ ഇപ്പൊ എന്തിനാ അടിച്ചെന്ന്? അല്ലടാ ഞാൻ എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്നെ ഇവിടെ അടിക്കരുത്. എന്റെ ഒരു പല്ല് ആടിയിരിക്കുകയാണ്. സത്യം. വേണമെങ്കിൽ ഇവിടെ അടിച്ചോ. മിണ്ടായിരുന്ന ആശങ്ക. എടാ മൊണ്ണെ, ഇങ്ങോട്ട് നോക്ക്. നമ്മൾ ഈ പള്ളി കയറി കഴിഞ്ഞാൽ കല്ലറയുടെ ഇടയിലാണ് ഒളിച്ചിരിക്കുന്നത്. കല്ലറയുടെ ഇടയിൽ ഒളിച്ചിരുന്നതിന് ശേഷം അവന്മാർ വരുമ്പോ ചാടി വീഴുന്നു, പിടിക്കുന്നു. എപ്പടി? സെറ്റ്. ആ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഐഡിയ എന്റേതാണ്. പൈസ കിട്ടി കഴിയുമ്പോൾ 75% എനിക്കും 25% നിങ്ങൾക്കും. എടാ, അത് ഇച്ചിരി കൂടുതലല്ലടാ സോമ. 50 ഞങ്ങൾക്ക്, 50 നിനക്ക്. അതൊന്നും പറ്റത്തില്ല. ഇത്രയും വലിയ ഐഡിയ കൊണ്ട് ഞാൻ വന്നല്ലേ. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 60% എനിക്കും 40 നിങ്ങൾക്കും. എങ്ങനെയുണ്ട്? ഞാൻ ഒരു കാര്യം പറയാം. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ പറയും. അറിവുള്ളവർ പറയുന്നത് കേട്ടാ മതി. അവന്റെ ഒരു ഐഡിയയും കൊണ്ട് വന്നേക്കുന്നു. ഞാൻ പിന്നെ നീയൊക്കെ ഉണ്ടാക്കും. എന്നാലും സോമ, ചെറിയൊരു പ്രശ്നമുണ്ട്. അടുത്ത വള്ളി എന്തോന്ന് ഒപ്പിച്ച്. അതല്ലടേ, നമ്മൾ ഡീൽ ഉറപ്പിച്ചല്ലേ, വാ പോവാം. അതല്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല കോട്ടയില് ശവക്കോട്ടയിൽ പ്രേതങ്ങളൊക്കെ ഉണ്ടാവും. അയ്യേ, പ്രേതങ്ങളാ? നിങ്ങൾക്കൊക്കെ വേറെ. അല്ല, എനിക്ക് ശവക്കോട്ട ഭയങ്കര പേടിയാണ്. ഞാൻ പകൽ പോലും അവിടെ പോവാറില്ല. കേട്ടിട്ട് നെഞ്ചടിക്കുന്ന കേട്ടാ. യുവന്മാരെ പോലെ മണകുണാഞ്ചാന്മാര്. നിങ്ങൾക്ക് വൈകി ഞാൻ വേറെ ആളെ വെച്ച് പോകൂലായിരുന്നു. വെറുതെ എന്റെ സമയം കളഞ്ഞു. കുഴപ്പമില്ല, ഞാൻ വേറെ ആളെ വിളിച്ചോളാം. നിനക്കൊക്കെ പൈസയും വേണം, കൂടെ നിൽക്കാനും വയ്യ. എടാ സോമ, നീ പിണങ്ങി പോരുത്. നീ പോടാണീച്ച്. ഡേയ്, ഇത് വിളിക്കടാ. ഞാൻ വേറെ ആളെ വിളിച്ചോളാം. പോടാണീച്ച്. ഡേയ്, സോമ, ഡേയ്. ഓ, പോണോ? മര്യാദ സോമ, ഡേയ്, ഇല്ലാതെ. ഡേയ്. എന്റെ രാഷ്ട്രീയ ഭാവി ഇപ്പൊ വിളിക്കടാ നടക്കില്ല. അവനെ. ഇങ്ങനെയുള്ള വിഷയങ്ങളും കയറി പറയില്ല. വിളിയടാ നീ. ഞാൻ സംസാരിക്കാം. ഇടന്മാരെ കൊണ്ട് സത്യം പറഞ്ഞു. എന്നെ അടിക്കത്തില്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. ആ, പറ പറ പറ. ആ, പറ. നമുക്ക് പ്രജടസ്വാമി എടുത്തു. ആര്? പ്രജടസ്വാമി. പ്രജടസ്വാമി. എടാ, ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. നീ ചുമ്മാ ആവശ്യമില്ലാതെ. ഇതിപ്പോ അങ്ങനെ തോന്നി ഒരു ഷെയർ അങ്ങനെ കൂടെ പോകൂലേ? നടക്കത്തില്ല. നടക്ക സോമ, ഇതേ നടക്കൂ. ഇത് നടക്കൂ. മകൻ മാന്ത്രികനാണ്. സ്വാമിയുടെ പുണ്യവെള്ളം പേര് കേട്ടതാ. 2 തുള്ളി തല വീണ് കഴിഞ്ഞാൽ ഒരു പ്രേതോ ബാധ നമ്മളെ ആകത്തില്ല. നമുക്ക് മാറ്റർ മാറ്റി പറയാം. കറക്റ്റ്. വാ, നാമേക്ക് സ്വാമി പോവാം. വാ. വേണ്ടേ, ഉച്ചയ്ക്കൊന്നും വേണ്ട. സിദ്ധനാ, വലിയ സിദ്ധൻ. ഭീകരന്മാരെ പിടിക്കുന്ന കൂട്ടത്തിലെ ഉം. ആ സൂക്കുട്ടിന്റെ കാര്യം കൂടെ പോലീസിനോട് പറഞ്ഞോളാം. അതോടുകൂടി അവന്റെ കാര്യം തീർന്നു. അതെ അതെ, ഒരു വെടിക്ക് 2. എടാ, വെടിയൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഓപ്പറേഷൻ നടക്കണം.
അപ്പൊ ഇനി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ നടക്കത്തുള്ള. എടാ സോമൻ പോയി ഓപ്പറേഷൻ നടത്തണം, നമുക്ക് പോകുന്നു വാ. എടേ നീയൊക്കെ എന്തോടെ ഈ പറയുന്ന മണ്ടന്മാരെ? എടാ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിന്റെ കാര്യം. ഞാൻ വിചാരിച്ചു അവന്റെ പഴയ മൂലക്കുരുവിന്റെ ഓപ്പറേഷൻ ആണെന്ന്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പഴയ കാര്യമൊക്കെ ഓർമ്മിച്ചിട്ട് അടിച്ചിട്ട് തരും കേട്ടാ. അണ്ണനാന്നും നോക്കൂല. എന്തടേ 60-40 ഷെയറുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ശരി വാ. ചുമ്മാ അവിടെ വന്നിട്ട് കുളമാക്കാം. സ്വാമിയുടെ ആശ്രമം അടുത്തെന്ന് വാങ്ങോട്ട്. എന്താ മതി ഇവിടെ വല്ലാത്തൊരു നാറ്റം തന്നെ ഇവിടെ കണ്ട് കരിയാപ്പിലയുടെ മണം വരുന്നില്ലേ? സാമ്പാർ ഉണ്ടാക്കിയായിരിക്കും ആരെങ്കിലും അല്ലേ? അതെ അതെ. ആരെടാ അത്? അതാണ്ട സ്വാമി. സ്വാമി സ്വാമി എന്താ സ്വാമി ഇവിടെ പിന്നെ കണ്ടറിഞ്ഞൂടെ പൂജയിലാണ്? ഓ, അയ്യോ സ്വാമി. ആ അതെ ഞാനേ ഒരു പൂജയിലായിരുന്നു. എന്താ കാര്യം? സ്വാമി നമ്മളെ രക്ഷിക്കണം സ്വാമി. രക്ഷിക്കാനോ? ഓ നമുക്ക് എല്ലാവർക്കും ഒരു ഉൾഭയം. ഏതോ പ്രേത പിശാചുക്കൾ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന പോലെ ഒരു പ്രേതഭൂതമോ? എവിടെ? എന്തോ നിങ്ങൾ ഈ പറയുന്നത്? സ്വാമി രാത്രി ആ സെമിത്തേരി അടുത്തൂടെ പോകുമ്പോ നമുക്കൊരു പേടി. എന്തിനാ അതുവഴി പോന്നേ? വേറെ വഴി പോ. അത് പോവാൻ സ്വാമി, പക്ഷെ പേടിയൊന്ന് മാറ്റി തരണം. ദക്ഷിണ എത്ര വേണേലും തരും. വരാൻ പറ്റിയൊരു സമയം. അതെന്താ സമയം അങ്ങനെ പറയുന്നത്? പൂജ തുടങ്ങിയതേ ഉള്ളായിരുന്നു, നശിപ്പിച്ചല്ലേ. പൂജ തുടങ്ങും സ്വാമി. ഇനി വേണ്ട, മൂടങ്ങ് പോയി. സ്വാമി നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നോ? സമയം പോകുന്നു. അതിപ്പോ തന്നെ വേണോടാ. ഇപ്പൊ തന്നെ വേണമായിരുന്നു സ്വാമി. ഇമാർ എന്നെ കൊണ്ടേ പോകും. വാ ആശ്രമത്തിലോട്ട് വാ, ഒരു പൂജ ചെയ്യണം. വേണ്ട സാധനങ്ങളുടെ കുറിപ്പിടി ഞാൻ തരാം. അന്ന് വേണ്ട സ്വാമി, നമുക്ക് വിശദമായ പൂജ പിന്നെ ആവാം. പിന്നെന്താ വഴി? വഴിയുണ്ട് സ്വാമി. അങ്ങയുടെ പുണ്യമുള്ള നാട്ടിലെങ്ങും ഫേമസ് ആണ്. അങ്ങയുടെ പൂജയുടെ ബാക്കി തീർത്ഥം അത് മാത്രം മതി ഞങ്ങൾക്ക്. പുണ്യവെള്ളം എന്റെ പ്രേതമൊക്കെ മാറും. ഞാനാണ് മെയിൻ, ഞാൻ കുറച്ച് കുടിക്കാൻ കൂടെ ചെയ്യും. അങ്ങോട്ട് എടുക്കല്ലേ ആരും എടുക്കല്ലേ. തലേ കൂടി ഒഴിക്കും. തീർത്ഥക്കുപ്പി പിടിച്ചോ, ദക്ഷിണ പിന്നെ തരാം. ധൃതിയുണ്ട്. ഇപ്പൊ പരിപാടിയാണ്. ഓട്ടാ ദക്ഷിണ നമ്മള് ഗൂഗിൾ പേ ചെയ്യാം. ഡേ നീയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കണ്ട ഭയങ്കര ഫേമസ് ഒക്കെ തന്നെ. ഇപ്പൊ പ്രേതം പിടിക്കൂലായിരിക്കും അല്ലേ? ഒരു തുള്ളി വെള്ളം പോലും എമ്പല തന്നെ ശരണം. അയ്യോ എന്തോടത്? എന്തുകൂടെ ഈ വലിച്ചു വാരി കെട്ടിയിരിക്കുന്നത്? നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? ഭീകരന്മാരെ പിടിക്കാനല്ലേ? അവന്മാര് നമ്മുടെ മുഖം കാണാതിരിക്കാനാ. നീ ഒന്ന് സിനിമയിലൊന്നും കണ്ടിട്ട് ഒരു കാര്യം. ശരി മിണ്ടായി. നമുക്ക് ആദ്യമേ മതിലിന്റെ അവിടെ പോയി കുത്തിയിരിക്കാം. ആരും വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് അകത്തിട്ട് ഭീകരന്മാരെ പിടിക്കാം. സോമ മഴ പെയ്യുന്നോടാ? മഴയൊന്നുമില്ല, പോടാ. പിന്നെന്ത് ഇവ പിടുത്തടാ വൈ. ആരും എടുത്ത് പിന്നെ നമ്മൾ എടുക്കാനല്ലേടാ ഇവിടെ ഇരുന്ന്. ഇവ മൂത്രം ഒഴിച്ചടാ വൈ. എന്തിനാ എന്റെ മൂത്ത് പെടുത്തത്? നോക്കട്ടെ. നിങ്ങളത് എണ്ണിക്ക് നോക്കട്ടെ. ഇവ മൂത്ര വെച്ചതാ കയ്യില്. എന്താണ് ആ മുഖത്ത് സാമാനം കെട്ടിക്കൊണ്ട് കോമാളിലെ കണക്ക്? അയച്ചു മാറ്റാം. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പാറശാലൊക്കെ കണ്ടാക്കി തളക്കി വിളി കേൾക്കുന്നതായിരുന്നു. രണ്ടെണ്ണം കൂടാ. ഒരു മര്യാദ ഇല്ലാതെ 10 ലക്ഷത്തെ കളിക്കലട ഇങ്ങോട്ട് വന്നത്. ശരി വാ ഇങ്ങോട്ട്. എവനെ കൊണ്ടുവരണ്ടായിരുന്നു. എന്തൊരു മുട്ടം പള്ളിയുടെ പള്ളി കച്ചവടത്തിനാണോ വന്നേ? ഓ ഭാഗ്യം, പള്ളി തന്നെ കുരിശുണ്ട്. ഏയ് തുറക്കൂലി, നമ്മൾ എങ്ങനെ കേറും? നിക്ക് വാ, വഴിയുണ്ട്. വാ വാ വാ. പിടി ചാട്.
സെമിത്തിയുടെ അടിയിൽ പതിയിരിക്കുന്നു. അവന്മാർ വരുമ്പോ ചാടി വീഴുന്നു, പിടിക്കുന്നു. ഓക്കെ എപ്പടി കൊള്ളാം. പിന്നെ പുണ്യവെള്ളം വീണോണ്ട് പ്രേത പേടിയൊന്നും വേണ്ട കേട്ടാ. ഈ പുണ്യവെള്ളത്തിന് എന്തുകൊണ്ട് ഒരു വല്ലാത്ത സ്മെല്ല്? ഇവിടെ പുണ്യവെള്ളത്തിന് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഉണ്ടെന്ന് ഒരു രുചി വ്യത്യാസം. തണ്ടണ്ട ഒരു കടുവ്. അതാണ് ഞാൻ പറയാൻ വന്നത്. സ്വാമിയുടെ പുണ്യാളത്തിൽ എന്തോ ഒരു നാറ്റം. ആ, ശരി ശരി വരുമ്പോ ആ ചിലപ്പോ നല്ലതായിരിക്കും. അണ്ണാ ഇവരെല്ലാം ചത്തുപോയതാണ്. അതല്ലടാ, ഇവരെല്ലാം കല്യാണത്തിന് പോകാൻ വേണ്ടി വന്നത്. ഈ മുണ്ണയെ കൊണ്ട് എവിടെ പോയി? അണ്ണാ എനിക്ക് ഈ സോമൻ കൂടെ വരുമ്പോഴേ വെള്ളാട്ട പോക്കർ കൂടെ വരുന്ന പോലുണ്ട്. ഈ വെള്ളയും ഉരിയാടാതെ വാ, സോമൻ വിളിക്കുന്നു. എല്ലാത്തിനും പറ്റിയ ഇന്നത്തെ രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാം ഇവിടെ അകത്താരം കൊണ്ട് നല്ല സംസാരം കേൾക്കുന്നുണ്ട്. ഒന്നുകിൽ അത് ഭീകരന്മാര് തന്നെ, അല്ലെങ്കിൽ നമുക്ക് മുന്നേ അവന്മാരെ പിടിക്കാൻ വന്നവന്മാര്. നീയൊക്കെ വേണ്ടി ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആ ശരി. എല്ലാം നിനക്ക് തന്നാൽ ശരിയാവും. എല്ലാം നീ കൊണ്ടുപോ. കുറച്ചെനിക്കും നമുക്ക് തുല്യമായിട്ട് പങ്കുവയ്ക്കും. ഇവിടെ ആരുമില്ലെന്ന് അടങ്ങടേ. തങ്കപ്പെണ്ണ, എന്തടാ ഇന്നേതാ ദിവസം? ഇന്ന് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച, അമാവാസിയിലെ വെള്ളിയാഴ്ച, പ്രേതങ്ങള് താണ്ഡവാടുന്ന ദിവസം. ഇന്നിവിടെ ആരും രക്ഷപ്പെടത്തില്ല. സത്യം. എന്റെ ദൈവമേ. സോമൻ, എടാ സോമ, ആരെ വിളിക്കണ്ട. ഇത് ഭ്രമയുഗമാ. ഇവിടെ പ്രവേശിച്ചവരാരും പുറത്തു വിട്ടില്ല. എന്ത് സംഭവിക്കും? സത്യം. എന്റെ അമ്മച്ചിയെ. ഇവിടെ വിളിക്കാം. അവിടെ ആരോ ഉണ്ട്. വാ വാ വാ, ഇങ്ങോട്ട് വാ. വാടാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വാടാ. അയ്യോ ദോ പോണ് ദൈവമേ. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട്. ഒന്ന് അടയിരടാ നീയൊക്കെ. സോമൻ, എവന്റെ അങ്ങ് പോണ്ടേ? ഒന്ന് വിട്ടാതിരി. ഇത് നിനക്ക്, ഇതെനിക്ക്. ഇത് നിനക്ക്, ഇതെനിക്ക്. ഇത് നിനക്ക്, ഇതെനിക്ക്. ഇത് നിനക്ക്, ഉണ്ടല്ലേ? ഇത് നിനക്ക്, ഇതെനിക്ക്. ഇത് നിനക്ക്, ഇതെനിക്ക്. ഇത് നിനക്ക്, ഇതെനിക്ക്. കേട്ടാ അകത്ത് പ്രേതങ്ങള് തന്നെ. സത്യം. ഇതെനിക്ക്, അവര് ശവങ്ങളെ പങ്കുവയ്ക്കുക. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാടാ? എല്ലാം എനിക്കറിയാം. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് എന്റെ തങ്കമേ കാണണോടാ. അയ്യോ നീ പോയത് വരണ്ടായിരുന്നു. ഇത് നിനക്ക്, ഇതെനിക്ക്. ഇത് നിനക്ക്, ഇതെനിക്ക്. ഇത് നിനക്ക്, ഇതെനിക്ക്. വെളിയിലൊരു 3 എണ്ണം കൂടി കാണും. ഉറപ്പാ. കേട്ട നമ്മളെ തന്നെ. സോമ, അതിലൊന്നും പാഴ പേടിയാവുന്നെടാ. കൊള്ളില്ല. വലിച്ചു കീറി കളഞ്ഞേര്. ഞാനല്ലേ? അല്ല, നീ തന്നെ. കണ്ടോ നമ്മൾ 3 മനസ്സിലായി അവന്മാർക്ക്. 1 2 3 പാഴിനെ മനസ്സിലായി. തങ്കപ്പെണ്ണ്, ഈ പാഴെന്ന് പറഞ്ഞ എന്നെ തന്നെയാണ്. ആണടാ, നിന്നെ തന്നെയാടാ. വലിയ കുഴപ്പമില്ലാത്തതാണ്. മറ്റേത് 2 എണ്ണം. ആ 2 എണ്ണം എടുത്തോ. വെട്ടിക്കീറി ഇട്ടാ മതി. നാളെ വെയില് തുടങ്ങും. അയ്യോ എടാ, നമ്മളെ കുറിച്ചാണ് ഈ പറയണേ. ഉണങ്ങിയിട്ട് വെള്ളത്തിൽ ചവിട്ടി താത്തു വെക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കാം. എടാ സോമ, മധു, എടാ നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന കാര്യോടാ ഈ പറയുന്നത്. ഇതെനിക്ക്, ഇത് നിനക്ക്, ഇതെനിക്ക്. ഇത് നിനക്ക്, കൂട്ടാ. ഇത് നിനക്ക്, ഇതെനിക്ക്. ഇത് നിനക്ക്, ഇതെനിക്ക്. ഞാനിതൊക്കെ പറക്കി കൂട്ടിക്കൊണ്ടുവരുന്നത് നിന്നെ പോലുള്ള പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ. വലിയ ഉപകാരം വിനയണ്ണ. ഈ മഴയത്താണെങ്കിൽ എൻ്റെ വീട് മൊത്തം ചോരുമായിരുന്നു. മേയാനാണെങ്കിൽ എൻ്റെ ഒറ്റ പൈസ ഇല്ല. എനിക്കറിയാം സുഖു, നീ ആവശ്യത്തിന് കൊണ്ടുപോയിക്കോ. കാശാട്ട് തരാൻ എൻ്റെ ഒന്നുമില്ല. ഇതൊക്കെ അല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ ഈ ഓലയെല്ലാം പറക്കി ശവക്കോട്ടെ കൊണ്ടിടുന്നത് മറ്റൊന്നും കൊണ്ടല്ല. വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടാലേ ആരെങ്കിലും പറക്കൊണ്ട് പോകും. പേടിച്ചിട്ട് ഇവിടെ ആണെങ്കിലും ആരും വരത്തുമില്ല. രാത്രിയാ, കുറച്ച് കൊണ്ടുപോയാൽ
ബാക്കി നാളെ പകല് വന്ന് എടുത്തുകൊണ്ട് ആ. തൂക്കുട്ടാ ഈ 2 എടുത്തോ. ശരി വിനയാണ്. അതിലൊന്ന് പാഴ ചവിട്ടി പിടിച്ച് കളഞ്ഞ